ഹലോ ഗായ്സ്, ക്യാർപിറ്റേക്ക് അമ്മയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ വണ്ണസ് ബസ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ വണ്ണസ് ബസ് മേക്കിന്റെ പാർട്ട് 4 ആണ്, ഫൈനൽ പാർട്ടാണ് ഇത്. ഓക്കെ, പാർട്ട് 1ഉം 2ഉം 3ഉം കാണാത്തുണ്ടെങ്കിൽ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഞാൻ ഇവിടെ പറയാനുള്ള നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡാണ്, കണ്ടു. ഈ നെയിം ബോർഡിൽ ലൈറ്റ് കത്തും. ഞാനിത് ഓണാക്കി കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ സീറ്റിന്റെ ബാക്കിലായിട്ട് ഒരു സംഭവം ഉണ്ട്, അതിലും ലൈറ്റ് കത്തും. ഞാൻ ഇതൊക്കെ ഓണാക്കി കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നെയിം ബോർഡിലൊക്കെ ലൈറ്റ് കത്തുന്നത് കാണാം. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ സീറ്റിന്റെ ബാക്കിലായിട്ട് ഇത് അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടോ. ഇത്ര പരിപാടികളാണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കണത്. ഇനി നമുക്ക് കുറെ പരിപാടി ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പണിയുള്ളത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ്, കണ്ടോ. ഇവിടെ പെയിന്റ് അടിക്കാനുണ്ട്, പിന്നെ ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പൊ നമ്മൾ അതൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ വണ്ടിയുടെ ബാക്ക് സൈഡിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ദേ, നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ സീറ്റ് വെക്കാൻ പോകുകയാണ്. നമ്മുടെ വണ്ടിയിൽ സീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറെ സീറ്റ് കാണിച്ചു തരാണ്ടേ. നമ്മുടെ സീറ്റ് ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് പെയിന്റ് അടിക്കാനുണ്ട്. ഞാൻ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. ഇതുപോലെ കുറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് വെക്കാനുള്ളതാണ്. ഈ സീറ്റുകൾ വണ്ടിയിലോട്ട് വെക്കണേക്കാളും മുമ്പ് ഇതിനകത്തൊന്ന് പെയിന്റ് അടിക്കണം. അപ്പൊ ഞാൻ ഇതിനകത്ത് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിലോട്ട് വയ്ക്കാനുള്ള സീറ്റൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് വയ്ക്കാം. ഓക്കെ, ശരി, നമ്മുടെ വണ്ടിയിലോട്ട് സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ലുക്ക് ഇതാണ്, കണ്ടോ. എങ്ങനെയുണ്ട്? ഇന്നെന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ മുമ്പിലായിട്ട് ഈ ഭാഗത്തായിട്ട് TV വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ TV വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ റൂഫാണ് ഇനി പണിയാൻ പോകുന്നത്. ഞാൻ അതെ നമ്മുടെ വണ്ടിയുടെ റൂഫിന്റെ ഷേപ്പിൽ ഇതേ കാർബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാർബോർഡ് നമ്മുടെ വണ്ടിയുടെ മേലെ ഇങ്ങനെ വച്ച് കൊടുക്കാം. ആ റൂഫ് വെക്കണേക്കാളും മുമ്പ് ഇതിനകത്ത് ലൈറ്റ് വെക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് വണ്ടിയുടെ മേലെ റൂഫ് വെക്കാൻ. വണ്ടിയുടെ റൂഫ് ഭാഗം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലോട്ട് വേണ ഭാഗം. ഇത് നമ്മുടെ വണ്ടിയുടെ പുറം ഭാഗം. ഈ ഭാഗം ഞാൻ കവർ ചെയ്തിട്ടില്ല. അത് ഞാൻ വണ്ടിയുടെ റൂഫിൽ തന്നെയാണ് ബാറ്ററിയും പിന്നെ സ്വിച്ചും വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സ്വിച്ച് രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ പറയാം. ആദ്യത്തെ സ്വിച്ച് ഓണാക്കാണ്. ഇനി ഇതുപോലത്തെ ലൈറ്റുകൾ എത്തും, കണ്ടു. ഇനി രണ്ടാമത്തെ സ്വിച്ച് ഓണാക്കാണ്. ഇനി ഇതുപോലത്തെ ലൈറ്റാണ് കത്തുക, കണ്ടു. അപ്പോൾ ഞാൻ ഇത്ര പരിപാടികളാണ് നമ്മുടെ വണ്ടിയുടെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിനി ഈ റൂഫ് നമ്മുടെ വണ്ടിയിലോട്ട് വയ്ക്കാം.
ഞാൻ ദേ റൂഫൊക്കെ വച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടു. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ ബാറ്ററിയും ഈ വയറിംഗ് ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഈ റൂഫും കൂടി വെക്കാൻ പോവുകയാണ് ഇതിന്റെ മേൽക്കൂടെ. ഞാൻ ദേ റൂഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടു. ഈ റൂഫ് നമ്മുടെ വണ്ടിയിലോട്ട് ഇങ്ങനെ വച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ. വണ്ടിയുടെ റൂഫൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. റൂഫൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളത് കണ്ടു. ഞാൻ എന്ത് വണ്ടിയുടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റണ ഇതിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വേണ ലൈറ്റിന്റെ ബാറ്ററി സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് ഓണാക്കാനും പിന്നെ ലൈറ്റിന്റെ ബാറ്ററി കരിയാണെങ്കിൽ അതും വേറെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുറക്കാനടിക്കാൻ പറ്റണ ഇതിൽ വെച്ചേക്കണം. അത് നമുക്കിങ്ങനെ അടിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരുന്നോളും. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഈ റൂഫ് മൊത്തം പെയിന്റ് അടിക്കാൻ പോവുകയാണ്. ഞാൻ വണ്ടിയുടെ റൂഫിൽ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത് കണ്ടോ. ഇനിയും ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ടയറൊക്കെ വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ബസ്സിന് ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കാർബോർഡ് ഇങ്ങനെ ബസ്സിന്റെ ടയറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഷേപ്പ് നമ്മുടെ ഈ കാണുന്ന കാർബോർഡിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ടയറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇങ്ങനെ 2 ടയർ എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാൻ പോവുകയാണ്. ഞാൻ ടയറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ടയറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ ടയറിലൊക്കെ പെയിന്റ് അടിക്കാൻ പോവുകയാണ്. ഞാൻ വണ്ടിയുടെ ടയറിൽ പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി ടയറൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഈ ടയറൊക്കെ വച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വണ്ടി ടയറൊക്കെ വച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ടയറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത് ടയർ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാം പണിയും കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോഴേക്കും ബൈ.